നമസ്കാരം. ധനുസ് പി സി ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പ്രധാനപ്പെട്ട ആനുകാലിക ചോദ്യങ്ങളാണ്, കറണ്ട് അഫയേഴ്സ് ആണെന്നുള്ളത്. LGS എക്സാമിന് വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. ക്വസ്റ്റ്യൻസിലേക്ക് കൊടുക്കാം നമുക്ക്. ഫസ്റ്റ് വൺ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷണർ അലക്സാണ്ടർ തോമസ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷണർ ആരാണ്? അലക്സാണ്ടർ തോമസ്. സംസ്ഥാന യുവജന കമ്മീഷണർ M. ഷാജർ. സംസ്ഥാന ബാലാവകാശ കമ്മീഷണർ KV മനോജ് കുമാർ. മനുഷ്യാവകാശ കമ്മീഷണർ അലക്സാണ്ടർ. മനുഷ്യാവകാശ കമ്മീഷൻ അലക്സാണ്ടർ തോമസ്. യുവജന കമ്മീഷൻ ഷാജർ. യുവജന ഷാജർ. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ KV മനോജ് കുമാർ. ബാലാവകാശ കമ്മീഷൻ മനോജ് കുമാർ. സംസ്ഥാന വനിതാ കമ്മീഷൻ സതീദേവി. വനിതാ സതീദേവിയാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷണർ അലക്സാണ്ടർ തോമസ്. സംസ്ഥാന യുവജന കമ്മീഷണർ M. ഷാജർ. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ KV മനോജ് കുമാർ. സംസ്ഥാന വനിതാ കമ്മീഷൻ P. സതീദേവി. അടുത്തത്, മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രതിപക്ഷ നേതാവ് ആരാണ്? VD സതീശൻ. നിയമസഭാ സ്പീക്കർ ആരാണ്? AN ഷംസീർ. അല്ലേ, എപ്പോഴും ചോദിക്കുന്നത് നിയമസഭാ സ്പീക്കർ ഷംസീറാണ്. നിയമസഭാ സ്പീക്കർ ഷംസീറാണ്. നെക്സ്റ്റ് വൺ, ഫിനാൻസ് കമ്മീഷൻ ആരാണ്? അരവിന്ദ് പനഗിരിയ. ഫിനാൻസ് കമ്മീഷൻ അരവിന്ദ് പനഗിരിയാണ്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ഇക്ബാൽ സിംഗ് ലാൽപുര. ന്യൂനപക്ഷ കമ്മീഷൻ ലാൽപുരയാണ്. ഇക്ബാൽ സിംഗ് ലാൽപുരയാണ് ന്യൂനപക്ഷ കമ്മീഷൻ. ഇക്ബാൽ സിംഗ് ലാൽപുരയാണ് ന്യൂനപക്ഷ കമ്മീഷൻ. റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത് ദാസ്. റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത് ദാസാണ്. അറ്റോർണി ജനറൽ ആരാണ്? R. വെങ്കിട്ടരമണി. അറ്റോർണി ജനറൽ R. വെങ്കിട്ടരമണി. സോളിസിറ്റർ ജനറൽ ആരാണ്? തുഷാർ മേത്ത. സോളിസിറ്റർ ജനറൽ ആരാണ്? തുഷാർ മേത്ത. ഒന്നുകൂടി, ഫിനാൻസ് കമ്മീഷൻ അരവിന്ദ് പനഗിരിയ. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ഇക്ബാൽ സിംഗ് ലാൽപുര. റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത് ദാസ്. അറ്റോർണി ജനറൽ R. വെങ്കിട്ടരമണി. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത. അടുത്തത്, രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ. രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ. ലോക്സഭ സ്പീക്കർ ഓം ബിർല. ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. രാജ്യസഭ ചെയർമാൻ ജഗദീപ് ധൻകർ. രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ് നാരായൺ സിംഗ്. ഒന്നുകൂടി, രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ. ലോക്സഭ സ്പീക്കർ ഓം ബിർല. ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. രാജ്യസഭ ചെയർമാൻ ജഗദീപ് ധൻകർ. രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ് നാരായൺ സിംഗ്. അടുത്തത്, ഏഷ്യയിലെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളം. അല്ലേ, ഇരവികുളമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം അതല്ലേ, ഇരവികുളം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹീറോ ലോഞ്ച് ആരംഭിച്ച വിമാനത്താവളം. ലോഞ്ച് ഇഞ്ചായും ആവാം. ഹീറോ ലോഞ്ച് ആരംഭിച്ച വിമാനത്താവളം ഏതാണ്? കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹീറോ ലോഞ്ച് ആരംഭിച്ച വിമാനത്താവളമാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. അടുത്തത്, സംസ്ഥാന സീനിയർ വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ കാസർഗോഡാണ്. അടുത്തത്, 6ാമത്തെ ആഗോള ആയുർവേദ ഉച്ചകോടിക്ക് വേദിയാവുന്ന എവിടെയാണ്? കൊച്ചിയിലാണ്. അടുത്തത്, PSC ക്വസ്റ്റ്യൻസ് ആണ്. ഈയിടെ ചോദിച്ചിട്ടുള്ള കറണ്ട് അഫെയറായി ചോദിച്ചിട്ടുള്ള PSC ക്വസ്റ്റ്യൻസ് ആണ്. ഈ അടുത്തിടെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. തെളിനീരൊഴുകും നവകേരളം പദ്ധതി ലക്ഷ്യമിടുന്നത് എന്താണ്? ഓപ്ഷൻസ് നോക്കാം. പഞ്ചായത്ത് നേതൃത്വത്തിലുള്ള മഴക്കുഴി നിർമ്മാണം. സംസ്ഥാനത്തെ മുഴുവൻ ജലാശയങ്ങളെയും മാലിന്യമാക്കാൻ ജില്ലാ പഞ്ചായത്ത് നേതൃത്വത്തിലുള്ള കുടിവെള്ള പദ്ധതി. ഖരമാലിന്യ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം. ആൻസർ എന്താ വരുന്നത്? സംസ്ഥാനത്തെ
മുഴുവൻ ജലാശയങ്ങളെയും മാലിന്യമുക്തനാണ് തെളിനീരൊഴുകും നവകേരളം പദ്ധതി ലക്ഷ്യമിടുക. സംസ്ഥാനത്തെ മുഴുവൻ ജലാശയങ്ങളെയും മാലിന്യമുക്തമാക്കാനാണ് തെളിനീരൊഴുകും നവകേരളം പദ്ധതി. തെളിനീരൊഴുകും നവകേരളം പദ്ധതി ജലാശയങ്ങളെ മാലിന്യമുക്തമാക്കുക. അടുത്തത് ഒന്നായി മുന്നേറാം എന്ന വാക്യം ഏത് ഉദ്യമത്തിൻ്റെ ലോഗോയോടൊപ്പമാണ് കാണുന്നത്? ഒന്നായി മുന്നേറാം എന്ന വാക്യം ഏത് ഉദ്യമത്തിൻ്റെ ലോഗോയോടൊപ്പമാണ് കാണുന്നത്? കുടുംബശ്രീയുടെയാണ്. ഒന്നായി മുന്നേറാം കുടുംബശ്രീയുടെയാണ്. അടുത്തത് ട്രെയിൻ 18 എന്നറിയപ്പെടുന്ന എക്സ്പ്രസ് ട്രെയിൻ ഏതാണ്? വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ്. വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് ട്രെയിൻ 18. ചന്ദ്രയാൻ 3 ലാൻഡറിൻ്റെ പേരെന്താണ്? വിക്രം എന്നാണ്. 3 ലാൻഡറിൻ്റെ പേരെന്താണ്? വിക്രം എന്നാണ്. ഇത് കറണ്ട് അഫയർ ഇപ്പോൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോഴത്തെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അധ്യക്ഷൻ, ദുരന്തങ്ങളുടെ നിവാരണ അതോറിറ്റി അധ്യക്ഷൻ എപ്പോഴും ആരാണ്? ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണ് അതിൻ്റെ എപ്പോഴത്തെ അധ്യക്ഷൻ വരുന്നത്, അല്ലേ? മുഖ്യമന്ത്രിയാണ് വരിക. സംസ്ഥാനത്തെ ദുരന്ത നിവാരണ അതോറിറ്റി അധ്യക്ഷൻ ആരാണ്? ശ്രീ പിണറായി വിജയൻ, നമ്മുടെ മുഖ്യമന്ത്രി. ഓക്കെ. അടുത്തത് താഴെപ്പറയുന്ന സ്ഥലങ്ങളിൽ നാറ്റോയുടെ ആസ്ഥാനം ഏതാണ്? നാറ്റോ ആസ്ഥാനം ഏതാണ്, അല്ലേ? അതാണ് ബ്രസൽസ്. കഴിഞ്ഞ LDC എക്സാമിനൊക്കെ നാറ്റോയെ പറ്റി ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ കറണ്ട് അഫയറിൽ അത് കയറിയിട്ടുണ്ട്. ബ്രസൽസ് ആണ് നാറ്റോയുടെ ആസ്ഥാനം. അടുത്തത് 2023 അണ്ടർ-17 ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ചത് ഏത് രാജ്യമാണ്? അണ്ടർ-17 ഫിഫ ലോകകപ്പ് ആദ്യത്തെ വഹിച്ചത് രാജ്യമാണ്? ഇന്തോനേഷ്യയാണ്. അടുത്തത് കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ ഏത് ജില്ലയിലാണ്? റോഡ് ടണൽ എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ ജില്ലയിലാണ്. അടുത്തത് നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ചെയർമാൻ ആര് തന്നെയാണ്? നരേന്ദ്രമോദിയാണ്. അല്ലെങ്കിൽ നമ്മൾ പറയാം, നമുക്ക് പ്രൈം മിനിസ്റ്ററാണ് എപ്പോഴും നീതി ആയോഗിൻ്റെ ചെയർമാൻ എന്ന് പറഞ്ഞാൽ, അല്ലേ? നീതി ആയോഗിൻ്റെ ചെയർമാൻ പ്രൈം മിനിസ്റ്ററാണ്. നരേന്ദ്രമോദിയാണ് ഇപ്പോഴും ചെയർമാൻ. വൈസ് ചെയർപേഴ്സൺ ആരാണ്? സുമൻ ബെറി, അല്ലേ? വൈസ് ചെയർപേഴ്സൺ ആരാണ്? സുമൻ ബെറി. വൈസ് ചെയർപേഴ്സൺ സുമൻ ബെറി, അല്ലേ? വൈസ് ചെയർപേഴ്സൺ സുമൻ ബെറിയാണ് വൈസ് ചെയർപേഴ്സൺ എന്ന് പറയാം. ചെയർമാൻ എപ്പോഴും ആര് തന്നെയാണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്, അല്ലേ? അതുകൊണ്ട് നിവാരണ അതോറിറ്റി കമ്മീഷൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്ന പോലെ അത് മുഖ്യമന്ത്രി ആയിരിക്കും എന്ന് സംസ്ഥാനത്തേത് മുഖ്യമന്ത്രി ആയിരിക്കും എന്ന് പറയുന്ന പോലെ തന്നെ നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വൈസ് ചെയർപേഴ്സൺ സുമൻ ബെറിയാണ്. ഓക്കെ. നെക്സ്റ്റ് വൺ, കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? പീച്ചിയാണ്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? പീച്ചിയാണ്. ഓക്കെ. നെക്സ്റ്റ് വൺ, കേരള സർക്കാരിൻ്റെ നവകേരളം കർമ്മ പദ്ധതിയിൽ പെടാത്ത പദ്ധതി ഏതാണ്? നവകേരളം കർമ്മ പദ്ധതിയിൽ പെടാത്ത പദ്ധതി ഏതാണ്? നവകേരള സദസ്സാണ് പെടാത്തത്, അല്ലേ? അവിടെ ആർദ്ര മിഷനുണ്ട്, ലൈഫ് മിഷനുണ്ട്, ഹരിത കേരള മിഷനുണ്ട്, അല്ലേ? ലൈഫ് മിഷൻ നമുക്കറിയാം. ലൈഫ് മിഷൻ എന്തുമായിരുന്നു? കുറേ പേർക്ക് വീട് കൊടുക്കുന്നില്ലേ? ലൈഫ് മിഷൻ സംഭവം, ലൈഫ് മിഷൻ പദ്ധതി പ്രകാരമാണ് കുറച്ച് പേർക്ക് വീട് അനുവദിച്ച് കൊടുക്കുന്നത്, അല്ലേ? ആർദ്രം എന്നൊക്കെ പറയുമ്പോൾ ഈ ഹോസ്പിറ്റലിനെ നവീകരിച്ചില്ല, ചെറിയ ഹോസ്പിറ്റലിനൊക്കെ വലിയ നല്ല ഹോസ്പിറ്റലാക്കി വിപുലീകരിക്കുക, കുറച്ച് സൗകര്യങ്ങളൊക്കെ കൊടുക്കുന്ന ആർദ്ര മിഷൻ എന്ന് പറയുന്ന സംഭവം, അല്ലേ? ലൈഫ് വീട് പാർപ്പിടവും സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക. അപ്പം ഇതൊന്നും പെടാത്ത പദ്ധതി ഏതാണ്? നവകേരള സദസ്സാണ്, അല്ലേ? നവകേരള സദസ്സാണ് നവകേരളം കർമ്മ പദ്ധതിയിൽ പെടാത്ത പദ്ധതി. ഓക്കെ. അടുത്തത്, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മുഖ്യ നിയമോപദേശകൻ ആരാണ്? അറ്റോർണി ജനറലാണ്. എപ്പോഴും തെറ്റാൻ ചാൻസ് ഉള്ളൊരു സാധനം കൂടിയാണിത് എപ്പോഴും, കേട്ടോ? അതുകൊണ്ട് പഠിച്ചു വയ്ക്കുക. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മുഖ്യ നിയമോപദേശകൻ ആരാണ്? അറ്റോർണി ജനറലാണ്. മനുഷ്യ ജീനോം പദ്ധതിയിലൂടെ കണ്ടെത്തിയ ഏറ്റവും വലിയ ജീൻ ഏതാണ്? ഡിസ്ട്രോഫിനാണ് ഏറ്റവും വലിയ ജീൻ. ഏതാണ്? ഡിസ്ട്രോഫിൻ, അല്ലേ? ഡിസ്ട്രോഫിനാണ് ഏറ്റവും വലിയ ജീൻ. ഇവിടെ നിങ്ങൾക്ക് ഹീമോഗ്ലോബിൻ അറിയാം, HB ഹീമോഗ്ലോബിൻ നിങ്ങൾക്കറിയാം. ഇൻസുലിൻ, അല്ലേ? പ്രമേഹത്തിന് കുത്തിവയ്ക്കുന്ന ഇൻസുലിനെ അറിയാം. കൊളാജൻ, ഇതിൻ്റെ ഫൈബേഴ്സാണ് കൊളാജൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്ട്രോഫിൻ എന്താണ്? മനുഷ്യ ജീനോമാണ്. മനുഷ്യ ജീനോം പദ്ധതി ഏറ്റവും വലിയ ജീനാണ്, അല്ലേ? ഏറ്റവും വലിയ ജീനാണ് ഡിസ്ട്രോഫിൻ. ജീൻ എന്ന് പറയുമ്പോൾ എന്താ സംഭവം? ജീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോശങ്ങളുണ്ട്, അല്ലേ? സെല്ലുണ്ട്, കോശങ്ങളുണ്ട്. കോശത്തിനകത്ത് ആരുണ്ട്? ഇത് കോശമാണ്. കോശത്തിനകത്ത് സെൻട്രലാറുണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിനകത്ത് ആരുണ്ട്? DNA ഉണ്ട്, അല്ലേ? DNA-ക്കകത്താണ് ആരിയ്ക്കുക? ക്രോമസോമുകളിരിക്കുക. DNA-ക്കകത്ത് ക്രോമസോം, ചുറ്റുകോവേണി പോലെ വരുന്ന DNAs ഇല്ലേ?
DNA ഉണ്ട്. DNA എന്തുണ്ട്? ക്രോമസോമുകളുണ്ട്. ക്രോമസോമുകളിനകത്ത് ആരുണ്ട്? ഈ ജീനുകളുണ്ട് അല്ലേ? അപ്പോൾ ഏറ്റവും വലിയ ജീൻ ഏതാണ്? ഡിസ്ട്രോഫിൻ. പരമ്പരാഗത നെല്ലിനങ്ങളെ സംരക്ഷിച്ചതിലൂടെ പത്മശ്രീ പുരസ്കാരത്തിന് അർഹനായ കേരള കർഷകനാരാണ്? പരമ്പരാഗത നെല്ലിനങ്ങളെ സംരക്ഷിച്ചതിലൂടെ പത്മശ്രീ പുരസ്കാരത്തിന് അർഹനായ കേരള കർഷകനാരാണ്? സത്യനാരായണ ബെല്ലേരി. സത്യനാരായണ ബെല്ലേരിയാണ് കാർഷിക പുരസ്കാരം അല്ലേ? പത്മശ്രീ പുരസ്കാരത്തിന് അർഹനായതാരാണ്? സത്യനാരായണ ബെല്ലേരിയാണ്. ISROയുടെ വിമാന പദ്ധതിയായ ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡ് നടന്ന എന്നാണ്? സോഫ്റ്റ് ലാൻഡ് നടന്ന എന്നാണ്? ആഗസ്റ്റ് 23, 2023 അല്ലേ? ബഹിരാകാശ ദിനവും എന്നാണ്? ആഗസ്റ്റ് 23 അല്ലേ? 23 ബഹിരാകാശ ദിനം എന്ന് പറഞ്ഞാൽ. അപ്പം ISROയുടെ വിമാന പദ്ധതിയായ ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡ് നടന്ന എന്നാണ്? ആഗസ്റ്റ് 23, 2023 ആഗസ്റ്റ് 23, 2023 സോഫ്റ്റ് ലാൻഡിങ് ഓഫ് എന്ത്? ചന്ദ്രയാൻ 3. സോ താങ്ക് യു ഫോർ വാച്ചിങ്. വീണ്ടും അടുത്ത പ്രവർത്തന ചോദ്യങ്ങൾ നമുക്ക് വീണ്ടും കാണാം. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ നിങ്ങൾക്ക് ചെറിയ ചെറിയ കറണ്ട് അഫയേഴ്സ് പ്രധാനപ്പെട്ടത് മാത്രമേ ഉള്ളൂ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ.